ബഹുമാനപ്പെട്ട ഉസ്താദും കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംഗമിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ്. നൂറ്റാണ്ടുകളോളം വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞ നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് സ്വതന്ത്രമാകുന്നത്. പാരതന്ത്രത്തിന്റെ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ പൂർവികർ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായത് ബ്രിട്ടീഷുകാരോട് പൊരുതിയാണ്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും വൈദേശികരോട് പടപൊരുതിയവരാണ്. രാജ്യസ്നേഹവും ദേശീയ ബോധമുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും അധ്വാന ഫലമാണ് സ്വാതന്ത്ര്യം. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനശില എന്നത് മതനിരപേക്ഷയാണ്. ഇന്ത്യ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. വ്യത്യസ്ത ഭാഷകളും മതങ്ങളും വിശ്വാസങ്ങളും ജാതികളും ഉപജാതികളും നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ നമ്മെ പഠിപ്പിച്ച തത്വം. ഫാസിസവും വിഘടനവാദവും തീവ്രവാദവും നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കും. അഴിമതിയും സ്വജനപക്ഷപാതയും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം. ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്നതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ. നിലവിൽ 145 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് ശാന്തിയും സമാധാനവും പുലരുക എന്നത് നാം ഓരോ പൗരന്റെയും ബാധ്യതയാണ്. ആ നിലയിൽ നമ്മുടെ പൗരബോധം ഉണരണം. എന്നാൽ ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മതവിശ്വാസത്തിന്റെ പേരിൽ ഒരു പൗരനും ക്രൂശിക്കപ്പെട്ടുകൂടാ. ഇന്ത്യ എന്ന പൂങ്കാവനത്തിൽ മതങ്ങളാകുന്ന പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈനാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിതാ ശകലം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. ജയ് ഹിന്ദ്.